നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്ലോബ് സോക്കർ അവാർഡ് ദാന ചടങ്ങിലെ 2 അവാർഡുകളാണ് സ്വന്തമാക്കിയത്. മികച്ച മിഡിൽ ഈസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡും കരിയറിൽ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർക്കുള്ള അവാർഡും അദ്ദേഹം സ്വന്തമാക്കുകയുണ്ടായി. ക്രിസ്ത്യാനോ റൊണാൾഡോ ആ വേദിയിൽ വെച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ പോയിടത്തൊക്കെ ലീഗ് ചാമ്പ്യനാണ്. പക്ഷേ സൗദിയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഈ സീസണിൽ തന്നെ എത്തിഹാദ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നു. അൽ ഹിലാൽ മികച്ച ടീമായിട്ട് പോകുന്നു. സോ കുറച്ചുകൂടി ഞങ്ങൾ പുഷ് ഫോർവേഡ് ചെയ്യണം, മുന്നോട്ട് ആഞ്ഞ് കളിക്കേണ്ടതുണ്ട് എന്ന് തന്നെ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു. സൗദിയിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ഐ വാസ് എ ചാമ്പ്യൻ ഇൻ ഓൾ ദി ലീഗ്സ് ഐ പ്ലേഡ് ഫോർ. ഞാൻ കളിച്ച എല്ലാ ലീഗുകളിലും ഞാൻ ചാമ്പ്യൻ ആയിട്ടുണ്ട്. പക്ഷേ സൗദിയിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഈ സീസൺ നോക്കുക, കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് മാറിയിട്ടുണ്ട്. അൽ ഹിലാൽ ഒരു ബെറ്റർ ടീമാണ്. അതോടൊപ്പം തന്നെ അൽ ഇത്തിഹാദ് ഇപ്പോൾ ടോപ്പ് ഓഫ് ദി ലീഗിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ കുറച്ചുകൂടി പുഷ് ഫോർവേഡ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ചപ്പോൾ അവിടെ അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് പോയി. ലാ ലീഗയിൽ അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് യുവൻറ്റസിലേക്ക് പോയി. അവിടെ സിരിയ കിരീടം ചൂടിയിട്ടുണ്ട്. സോ സൗദി അറേബ്യയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ ലീഗ് കിരീടം ചൂടാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇത്തവണയും സാധ്യമാകുമോ എന്ന കാര്യം സംശയമാണ്. കാരണം അൽ ഇത്തിഹാദ് കുതിച്ചു പായുകയാണ്. അൽ ഹിലാൽ തൊട്ടു പുറകിലുമുണ്ട്. അൽ നസറിന്റെ കാര്യങ്ങൾ ഒട്ടും എളുപ്പവുമല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.